സിനിമയാണെൻ്റെ ജീവിതം, നാടകമാണെൻ്റെ അന്നം. ഈ വാക്കുകൾ ശിവജി ഗുരുവായൂരെന്ന അനുഗ്രഹീത കലാകാരൻ്റേതാണ്. സ്കൂൾ കോളേജ് തലങ്ങളിൽ വെച്ച് നാടകമെന്ന കലയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച അദ്ദേഹം പിന്നീട് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കല ഉപജീവനമാർഗമായി തീർന്നു. രൂപം കൊണ്ടും ഭാവം കൊണ്ടും ശബ്ദം കൊണ്ടും വളരെ വ്യത്യസ്തത തോന്നിക്കുന്ന ഒരു പ്രകൃതമാണ് അദ്ദേഹത്തിൻ്റേത്. കേരളത്തിലെ ഒട്ടുമിക്ക സമിതികളിലും ഇദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. 2005-2006 ഏറ്റവും നല്ല മികച്ച പ്രൊഫഷണൽ നാടക നടനുള്ള അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തി. പിന്നീട് സിനിമയിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു. നമസ്കാരം, ഞാൻ ശിവജി ഗുരുവായൂർ. സിനിമ പ്രവർത്തകൻ എന്ന പേരിൽ നിങ്ങളുടെ ഇടയിലുള്ള ഒരു നാടക പ്രവർത്തകൻ. വളരെ ചെറുപ്പം മുതലേ സ്കൂൾ തലത്തിലെ നാടക പ്രവർത്തനമായിട്ട് തുടരുന്നു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. സ്കൂളിലും കോളേജിലും ഒരുപാട് അമേച്ചർ നാടകങ്ങൾ ചെയ്തു. ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ജീവിക്കാൻ മറ്റൊരു തൊഴിലിനും പോവാൻ കഴിയാത്ത സന്ദർഭത്തിൽ നാടകത്തെ ഉപജീവന മാർഗമാക്കി പ്രൊഫഷണൽ നാടകത്തിലേക്ക് ചേക്കേറി. കേരളത്തിലെ ഒട്ടേറെ നാടക സമിതികളിൽ പ്രവർത്തിച്ചു. ഒട്ടേറെ നാടകങ്ങൾ, പല നാടകങ്ങളും ഇപ്പോഴും പൊതുജനങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന തരത്തിലുള്ള നാടകങ്ങൾ. 2005-2006 വർഷത്തിലെ ഏറ്റവും നല്ല പ്രൊഫഷണൽ നടനുള്ള അവാർഡ് ലഭിച്ചു. അതിനുശേഷം സിനിമയിലേക്ക് വന്നു. സിനിമാ പ്രവർത്തനങ്ങളുടെ ഇടയിലും നാടകത്തെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്ത വിധം പതിഞ്ഞു പോയതുകൊണ്ട് ഇപ്പോഴും നാടക പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ ഒരു അമേച്ചർ സംഘമുണ്ട്. കനിവ് ആർട്സ് ആൻഡ് ചാരിറ്റി എന്ന പേരിൽ ഒരുപാട് അമേച്ചർ നാടകങ്ങൾ പല വേദികളിലും ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നു. നാടകമാണ് എൻ്റെ വായു, സിനിമ അന്നം എന്ന് ഞാൻ പല ഇടങ്ങളിലും പറയേണ്ടി വന്നിട്ടുണ്ട്. അത് സത്യവുമാണ്. ഈ സിറ്റി ന്യൂസ് ഒരു നാടക പ്രവർത്തകൻ്റെ മുഖത്തേക്ക് ക്യാമറ വയ്ക്കുമ്പോൾ ഒരുപാട് സന്തോഷം നിറഞ്ഞതും അതിലേറെ സങ്കടങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള സംഭവങ്ങൾ പറയേണ്ടതുണ്ട്. പലയിടങ്ങളിലും പറഞ്ഞിട്ടുമുണ്ട്. തീർച്ചയായും ഇത്തരം ചാനലുകൾ, ഇത്തരം ക്യാമറകൾ നാടക പ്രവർത്തകരുടെ മുഖത്തേക്കും അതിലുപരി അവരുടെ അടുക്കളയിലേക്കും ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. പൊതുവെ നാടക പ്രവർത്തകരെ അങ്ങ് ചാനലുകളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. സിറ്റി ന്യൂസിന് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സിറ്റി ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും അഭിവാദ്യങ്ങൾ. താങ്ക് യു. വ്യത്യസ്തങ്ങളായ അനേക വേഷങ്ങൾ കൊണ്ട് ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു പറ്റി. അടുത്തു തന്നെ ഇറങ്ങാൻ പോകുന്ന വൻപൻ ചിത്രങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ പേരിന് ഒരു പൊൻതൂവൽ കൂടിയായിരിക്കും. സിറ്റി ന്യൂസ്, റാന്നി.